Praise the Lord, sister. Praise the Lord. നമുക്ക് ഇന്ന് പഠിക്കേണ്ട സബ്ജക്റ്റ് യേശുക്രിസ്തുവിന്റെ സ്നാനമാണ്. യേശുക്രിസ്തുവിന്റെ സ്നാനത്തിൽ തന്നെ അധികാരമുള്ള റാബായി. യേശുക്രിസ്തു ഒരു അധികാരമുള്ള റാബായി ആയിരുന്നു. അത് ഹീബ്രുവില് അധികാരമുള്ള റാബായിക്ക് സ്മിഖ റാബായി എന്ന് പറയും. സ്മിഖ റാബായി. അപ്പോ യേശുക്രിസ്തുവിന്റെ സ്നാനത്തിനായിട്ട് കർത്താവ് യോർദാനിലേക്ക് യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് വരികയാണ്. യോഹന്നാൻ സ്നാപകന്റെ അടുക്കലേക്ക് സ്നാനത്തിനായിട്ട് കടന്നു വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ആഴ്ചയില് യോഹന്നാൻ സ്നാപകനെ കുറിച്ചൊക്കെ പഠിച്ചിരുന്നു. അപ്പോ ഈ അധികാരമുള്ള റാബായി ആയത് എങ്ങനെയെന്ന് നമുക്കിന്ന് കാണാം. അത് ഒരു യഹൂദ കുടുംബത്തില് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ പേരൻസിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ ഒരു റാബായി ആക്കണമെന്നാ. നമ്മുടെ വീടുകളിലൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാതാപിതാക്കൾക്ക് അതിൻ്റെതായ ആഗ്രഹങ്ങളുണ്ട്. പിന്നെ ആ കുഞ്ഞ് വളർന്ന് വലുതായി വരുമ്പോ ആ കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകമായ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിലും നമ്മെ സംബന്ധിച്ചിടത്തോളമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ഭൗതികമായി ഏതെല്ലാം വിധത്തിൽ വളർന്നാലും ആത്മീയമായിട്ട് ഒരു വളർച്ച പ്രാപിച്ച വളരുന്ന ഒരു ദൈവത്തിന് പ്രസാദമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരുവാനായിരിക്കും നമ്മുടെയൊക്കെ ആഗ്രഹം. അതുപോലെ തന്നെ ഇവർക്കും ഒരു റാബായി ആക്കണമെന്നാണ് അവരുടെ കുഞ്ഞുങ്ങള് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ തീരുമാനിക്കുന്നത് തന്റെ കുഞ്ഞൊരു റാബായി ആകണമെന്ന്. നമ്മൾ കഴിഞ്ഞ ആഴ്ച യേശുക്രിസ്തുവിന്റെ എഡ്യൂക്കേഷൻ ഒക്കെ പഠിച്ചപ്പോ കണ്ടതാണ്. റാബായി ആകണമെങ്കിൽ ആദ്യം 3 വയസ്സാകുമ്പോഴേക്കും ലേവ്യ പുസ്തകം മുഴുവൻ പഠിച്ചിരിക്കും. ഈ ലേവ്യ പുസ്തകം മുഴുവൻ പഠിച്ചിട്ട് ലേവ്യ പുസ്തകം മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചാൽ മാത്രമാണ് അടുത്തത് പഠിക്കുവാനായിട്ട് കഴിയുള്ളൂ. അപ്പൊ അടുത്തത് എന്ന് പറയുന്നത് ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ആവർത്തനം. ഈ പുസ്തകങ്ങളും തനാക്ക് മുഴുവനും, തനാക്ക് എന്ന് പറഞ്ഞാൽ അറിയാലോ, തനാക്ക് TNK, തോറ എന്ന് പറയുന്ന 5 പുസ്തകങ്ങള്, നബി പ്രവാചക പുസ്തകങ്ങള്, കെത്തുബി അത് കാവ്യ പുസ്തകങ്ങള്. ഇങ്ങനെ ഈ പഴയ നിയമം മുഴുവനും ഓരോന്നും കാണാതെ പഠിക്കുകയല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് മുഴുവൻ പഠിച്ചിരിക്കണം 12 വയസ്സിനുള്ളില്. പഴയ നിയമത്തിലെ കണ്ടന്റ് മുഴുവൻ പഠിച്ചു കഴിയുമ്പോഴാണ് വചനത്തിന്റെ പുത്രൻ, കഴിഞ്ഞ ക്ലാസ്സിൽ ഇതെല്ലാം പറഞ്ഞതാണ്, വചനത്തിന്റെ പുത്രൻ എന്ന പേര് ലഭിക്കും. ആ സമയത്താണ് ഈ 12 വയസ്സാകുമ്പോഴേക്കും ഈ പഴയ നിയമം മുഴുവൻ പഠിച്ചു കഴിയുമ്പോഴേക്കാണ് യെരുശലേം ദേവാലയത്തില് ഉത്സവത്തിന്റെ ദിവസമായിരിക്കും. ഏറ്റവും അറിവുള്ള, ഏറ്റവും ജ്ഞാനികളായിട്ടുള്ള 2 പേര് വന്ന് അവരോട് ഈ കുട്ടി ചോദ്യങ്ങൾ ചോദിച്ച്, കുട്ടിയോടല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഈ കുട്ടി ഈ ജ്ഞാനികളായിട്ടുള്ള 2 പേരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഉത്തരം മുട്ടിക്കണം. അപ്പോഴാണ് ഈ കുട്ടി ജയിക്കുന്നതായിട്ട് കണക്കൂട്ടുന്നത്. അപ്പോഴാണ് ന്യായപ്രമാണ പുത്രൻ അല്ലെങ്കിൽ വചനത്തിന്റെ പുത്രൻ എന്നുള്ള ആ ഒരു എന്നാ പറയണേ, ആ ഒരു എന്തിനു യോഗ്യനാവണ പേര് കിട്ടുന്നില്ല, അങ്ങനെ വചനത്തിന്റെ പുത്രനായി തീരുകയാണ് ചെയ്യുന്നത്. നമ്മൾ അതിനൊരു പേര് പഠിച്ചിരുന്നല്ലോ, 12 വയസ്സാകുമ്പോൾ വചനത്തിന്റെ പുത്രൻ ബെൻ ഹത്തോമ എന്നാണ് അറിയപ്പെടുന്നത്. പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, പറഞ്ഞില്ലെങ്കിൽ ബെൻ ഹത്തോമ എന്ന് പറയുന്ന വചനത്തിന്റെ പുത്രൻ. അതിനുശേഷമാണ് പിന്നെ 18 വർഷക്കാലം, 18 വർഷം മുഴുവൻ, വീണ്ടും 18 വർഷം, അതായത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ള കാലഘട്ടം മുഴുവൻ ഓറ്റിയും പഠിക്കണം. മുഴുവൻ പഴയ നിയമവും പഠിച്ച് അതിനോടൊപ്പം തന്നെ യെരുശലേം തൽമൂദ്,
ബാബിലോൺ തൽമൂദ്, മിദ്രാഷ്, മിഷ്ന എന്നീ 4 തൽമൂദുകളും പഠിക്കണം. എന്തൊക്കെയാന്ന് ഒരിക്കൽ കൂടി പറയാം. അതായത് 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള 18 വർഷത്തെ കാലഘട്ടത്തില് പഠിക്കേണ്ടതാണ് പഴയ നിയമം മുഴുവനും, പിന്നെ യെരുശലേം തൽമൂദ്, ബാബിലോൺ തൽമൂദ്, മിദ്രാഷ്, മിഷ്ന എന്നീ 4 തൽമൂദുകള് പഠിച്ച് കഴിയണം. ഈ മിദ്രാഷ് അന്ന് എഴുതിയിട്ടില്ല, അന്ന് എഴുതപ്പെട്ടിട്ടില്ല മിദ്രാഷ്, പക്ഷെ അതിന്റെ കണ്ടന്റ് ഉണ്ടായിരുന്നു. ആ കണ്ടന്റ് ആണ് അന്ന് പഠിക്കേണ്ടിയിരുന്നത്. അതിനുശേഷമാണ് മിദ്രാഷ് എഴുതപ്പെട്ടത്. മാം, ആ തൽമൂദ് ഒന്നും കൂടി ഒന്ന് പറഞ്ഞേ. ബാബിലോൺ യെരുശലേം തൽമൂദ്, ബാബിലോൺ തൽമൂദ്, മിദ്രാഷ്, മിദ്രാഷ് MID, മിദ്രാഷ്, മിഷ്ന, മിഷ്ന എന്നീ 4 തൽമൂദുകള് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പഠിച്ചിരിക്കേണ്ട തൽമൂദ്. അതെ അതെ, 18 വയസ്സ്, അതായത് ഈ 12 വയസ്സിലെ പരീക്ഷ പാസ്സായി കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഈ പഠനത്തിലേക്ക് കടക്കുകയുള്ളൂ. ന്യായപ്രമാണ പുത്രൻ അല്ലെങ്കിൽ വചനത്തിന്റെ പുത്രൻ എന്ന പേര് ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് ഈ അടുത്ത പഠനത്തിലേക്ക്, അടുത്ത ഹയർ സ്റ്റഡിയിലേക്ക് കടക്കുകയുള്ളൂ. അതും ഈ 12 വയസ്സില് 2 ജ്ഞാനികളായവരുടെ നടുക്ക് ഇരുന്ന് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ഉത്തരം മുട്ടിക്കുമ്പോഴാണ് അതിൽ ആ പരീക്ഷ പാസ്സായതായിട്ട് കണക്കൂട്ടുന്നത്. അതാണല്ലോ നമ്മുടെ കർത്താവിനെ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി കഴിഞ്ഞപ്പോൾ അവർ ഒരു ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോൾ യേശുവിനെ കാണാതായിട്ട് വീണ്ടും മാതാപിതാക്കളെ അന്വേഷിച്ച് യെരുശലേമിൽ ചെല്ലുമ്പോൾ യേശു ക്രിസ്തു ഈ പണ്ഡിതന്മാരുടെ നടുവിൽ ഇരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അവരെ ഉത്തരം മുട്ടിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ യേശുക്രിസ്തുവിന്റെ ഈ സംസാരങ്ങൾ കണ്ടിട്ട് മാതാപിതാക്കൾ അതിശയപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ഈ യെരുശലേമിലുള്ള ആളുകൾക്കൊന്നും, അതായത് യഹൂദിയിലുള്ള പണ്ഡിതന്മാർക്കോ യെരുശലേമിലെ പുരോഹിതന്മാർക്കോ ആർക്കും യേശുക്രിസ്തുവിന്റെ എഡ്യൂക്കേഷനെ കുറിച്ച് അറിയില്ലായിരുന്നു. കാരണം യേശുക്രിസ്തു പരസ്യമായിട്ടല്ലായിരുന്നു പഠിച്ചത്. മറ്റുള്ളവരെ പോലെ ഗമാലിയലിന്റെ കീഴിലോ ഒന്നും പോയിരുന്നല്ല, വചന പഠന ക്ലാസ്സുകളിലൊന്നും പോയല്ല യേശുക്രിസ്തു പഠിച്ചത്. അതുകൊണ്ട് ഇവർ വിചാരിച്ചിരുന്നത് മുഴുവൻ യേശുക്രിസ്തുവിന് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. അത് പല സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നുണ്ട്. ഇവൻ ആ ഒരു തച്ചന്റെ മകനല്ലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം ഈ എഡ്യൂക്കേഷനെ കുറിച്ചൊന്നും മറ്റുള്ളവർക്ക് അറിവുണ്ടായിരുന്നില്ല, യേശുക്രിസ്തുവിന്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട്. അപ്പോ എന്നിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഈ തൽമൂദുകളും പഴയ നിയമവും പഠിച്ചു കഴിഞ്ഞാൽ, അന്ന് അക്കാലഘട്ടത്തില് ജീവിച്ചിരിക്കുന്ന വളരെ പ്രാധാന്യം അർഹിക്കുന്ന 2 പേര് ഇദ്ദേഹം മഹാനായ ഒരു വ്യക്തിയാണെന്ന് സാക്ഷ്യപ്പെടുത്തണം. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും മഹാനായ 2 വ്യക്തികള്, ഇദ്ദേഹം ഈ പഠിച്ചു കഴിഞ്ഞ സ്റ്റുഡന്റ് ഒരു മഹാനായ വ്യക്തിയാണ് എന്ന് അവര് സാക്ഷ്യപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ഇദ്ദേഹത്തിന് അടുത്ത ലെവലിലേക്ക് കയറാൻ കഴിയുകയുള്ളൂ. ഈ 30 വയസ്സില് സാധാരണ ഒരു റാബായിയാണ് ആകുന്നത്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഒരു റാബായി ആയി. നമ്മൾ അധികാരമുള്ള റാബായിയെ കുറിച്ചാണ് പറയുന്നത്. ഈ 30 വയസ്സിൽ ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ ഒരു റാബായി ആയി. ഈ 2 പേര് ഇദ്ദേഹം മഹാനായ വ്യക്തിയാണെന്ന് സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ ആ 30-ാം വയസ്സിലാണ് ഈ റാബായി ആകുന്നത്. അതിന് ഇസ്ര റാബായി എന്ന് പറയും. അതായത് സാധാരണ റാബായി, ഇസ്ര റാബായി. ഈ 30 വയസ്സിലാകുന്ന റാബായിയെ വിളിക്കുന്നതാണ് ഇസ്ര റാബായി, അല്ലെങ്കിൽ സാധാരണ റാബായി ആണത്. അപ്പോ വീണ്ടും കർത്താവ് അധികാരമുള്ള റാബായി ആകുന്നു. ഈ 30-ാം വയസ്സിൽ തന്നെ
അധികാരമുള്ള ഒരു റാബായിയായി മാറുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഈ അധികാരമുള്ള റാബായി ആണെങ്കിൽ രണ്ടു പേര് സാക്ഷ്യപ്പെടുത്തണം എന്ന് പറഞ്ഞല്ലോ. ഈ രണ്ടു പേര് സാക്ഷ്യപ്പെടുത്തി എങ്ങനെയാണെന്ന് വെച്ചാൽ, യേശുക്രിസ്തു സ്നാനത്തിനായി യോർദാൻ നദിയിലേക്ക് കടന്നു വരികയാണ്. അധികാരമുള്ള റാബായിക്ക് പറയുന്നതാണ് സ്മിഖ റാബായി. സ്മിഖ, നഖത്തിന്റെ ഖായ കേട്ടോ. സ്മിഖ റാബായി എന്നാണ് അധികാരമുള്ള റാബായിക്ക് പറയുന്നത്. അധികാരമുള്ള റാബായിക്ക് സ്മിഖ റാബായി എന്ന് പറയും. അപ്പൊ ഈ അധികാരമുള്ള റാബായി ആണെന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ, യേശു ക്രിസ്തു അധികാരമുള്ള റാബായി ആണെന്ന് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് ഒന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ, ദൈവവചനം, ഈ അധികാരമുള്ള റാബായിക്ക് ദൈവവചനം ശുശ്രൂഷിക്കാൻ മാത്രമല്ല, ഈ എഴുതപ്പെട്ട വചനം ചേഞ്ച് ചെയ്യാൻ കൂടി അധികാരമുള്ളതാണ് ഈ റാബായി. ദൈവവചനം ശുശ്രൂഷിക്കുക മാത്രമല്ല, എഴുതപ്പെട്ട വചനം ചേഞ്ച് ചെയ്യാൻ കൂടി അധികാരമുള്ള ആളാണ് ഈ സ്മിഖ റാബായി എന്ന് പറയുന്നത്. അതിന് എന്താ തെളിവ്, എന്താ നമുക്ക് നോക്കാം. തെളിവ്, യേശുക്രിസ്തു എഴുതപ്പെട്ട വചനം ചേഞ്ച് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 19:9 നോക്കാം. 19:9 19-ാം അധ്യായത്തില് മോശെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത്, പരീശന്മാരെ അടുത്ത് ചെന്നിട്ട് ഭാര്യയെ ഉപേക്ഷിക്കുന്ന വിഹിതമോ എന്ന് ചോദിച്ചു ചെല്ലുമ്പോ മോശ പറഞ്ഞിട്ടുണ്ട് അവരോട്, ഭാര്യയെ ഉപേക്ഷിക്കാൻ ഉപേക്ഷണ പത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കാൻ മോശ കൽപ്പിച്ചത് എന്ത് എന്ന് യേശു ക്രിസ്തുവിനോട് ഇവര് ചോദിക്കുകയാണ്. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോ 9-ാം വാക്യത്തിൽ അപ്പൊ കർത്താവ് അതിന് മറുപടി പറയാണ്, നിങ്ങളുടെ ഹൃദയ കാഠിന്യ നിമിത്തം അത്രേ ഭാര്യമാരെ ഉപേക്ഷിപ്പാൻ മോശ അനുവദിച്ചത്. എന്നിട്ട് പറയാ, ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. കർത്താവോട് പറയാണ്, മോശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. മോശ പറഞ്ഞതിനെ ചേഞ്ച് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത് കർത്താവ്. ചേഞ്ച് ചെയ്ത് പറയാണ്, ഞാനോ നിങ്ങളോട് പറയുന്നു, പരസംഗ നിമിത്തമല്ലാതെ ഭാര്യയെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കാൻ പാടില്ല എന്ന്. മോശ എഴുതപ്പെട്ട വചനം, മോശ മുഖാന്തരം എഴുതപ്പെട്ട വചനത്തെ കർത്താവ് അവിടെ ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ അധികാരമുള്ള ഒരു റാബായിയാണ് ഈ യേശു ക്രിസ്തു എന്ന് പറയുന്നത്, അതായത് സ്മിഖ റാബായി എന്ന് പറയുന്നത്. ഈ ഇങ്ങനെയുള്ള സ്മിഖ റാബായിമാരും ഉണ്ടാകുന്നത് 200-300 വർഷങ്ങൾ കൂടുമ്പോഴാണ് സ്മിഖ റാബായി ഉണ്ടാകുന്നത്. അതായത് ഈ പരീക്ഷയൊന്നും ആരും തന്നെ പാസ്സാകില്ല. അത്ര കാഠിന്യമേറിയ, അത്ര ടഫായിട്ടുള്ള പരീക്ഷ ആയതുകൊണ്ട് ആരും തന്നെ ഈ പരീക്ഷ പാസ്സാകാറില്ല. 200-300 വർഷം കൂടുമ്പോൾ ഒരു സ്മിഖ റാബായി യഹൂദന്മാരുടെ ഇടയിൽ വരുന്നത്. പിന്നെ ഇവരുടെ ഈ സ്മിഖ റാബായിയുടെ അധികാരം എന്ന് പറയുന്നത്, മോശ പറഞ്ഞ സിവിൽ ലോസ് ഉണ്ടല്ലോ, സിവിൽ ലോസ്, അതായത് 10 പ്രമാണങ്ങളൊന്നുമല്ല, 10 കൽപ്പനകളല്ല, അവരുടെ ഇടയിൽ തന്നെ അവർക്ക് വേണ്ടി ദൈവം എഴുതി കൊടുത്ത ചില നിയമങ്ങളുണ്ട്. സിവിൽ ലോസ് ഉണ്ട്, ലോ ഓഫ് ക്ലീനസ്, അതായത് ശുദ്ധീകരണ നിയമങ്ങള്, ഭക്ഷണ നിയമങ്ങള്, ഇങ്ങനെ പലതും ഇസ്രായേലിന് വേണ്ടി മാത്രം ദൈവം എഴുതി കൊടുത്ത നിയമങ്ങളുണ്ട്. അതിനകത്ത് മാത്രം അവർക്ക് അനുഷ്ഠിക്കേണ്ടതായ നിയമങ്ങള്. ഇങ്ങനെയുള്ള നിയമങ്ങൾക്കും മാറ്റം വരുത്താം. ദൈവത്തിന്റെ പ്രമാണങ്ങള് മാറ്റം വരുത്തില്ല, അതിന് മാറ്റം ഉണ്ടെന്നല്ല പറയുന്നേ. ഇങ്ങനെ അവർക്ക് വേണ്ടി എഴുതി കൊടുത്ത ഇങ്ങനെയുള്ള അവർക്ക് ഭക്ഷണ നിയമങ്ങളൊക്കെ ഉണ്ട്. അതിന് എൻ്റെ ഓർമ്മ ഘോഷ് എന്നാ പറയുന്നത്. ഈ ഭക്ഷണ നിയമത്തിനൊക്കെ ഞാൻ ആ വാക്ക് വിട്ടുപോയി. ഘോഷ് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. ഭക്ഷണ നിയമത്തിന് ആ ഭക്ഷണ നിയമമൊക്കെ ഒന്ന് മാറ്റിയതായിട്ട് നമുക്ക് കാണാം. എപ്പോഴാ പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കേണ്ട അപ്പം എടുത്ത് ദാവീദ് വിശന്നപ്പോൾ ദാവീദും കൂടെയുള്ളവർക്കും കൊടുത്തതായിട്ട് കാണുന്നു.
അപ്പൊ ഈ സ്മിക്ക റാബായിമാര് അതിന്റെ സാഹചര്യങ്ങൾ അനുസരിച്ച്, അതായത് വ്യക്തികൾക്കും സാഹചര്യങ്ങൾക്കും കാലത്തിനും ദേശത്തിനും അനുസരിച്ച് ഇവർ മാറ്റേണ്ടതാണ് ഇങ്ങനെയുള്ള നിയമങ്ങൾ. അതായത് ഇങ്ങനെ വരുന്ന സ്മിക്ക റാബായിമാർക്കാണ് ഇതിനുള്ള അധികാരമുള്ളൂ. അതുപോലെ തന്നെ ഈ ആഭരണ നിയമത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, ആഭരണം ധരിക്കാമോ വേണോ വേണ്ടയോ എന്നൊക്കെ പല ചർച്ചകളിലും പല വിധത്തിലാണ് അതിന്റെ കാര്യങ്ങൾ, പലരും പല വിധത്തിലാണ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ അധികാരപ്പെട്ടിരിക്കുന്ന, അതായത് ഇപ്പൊ നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ ആ ചർച്ചില് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വേണ്ടതെന്ന് ആ സഭാ പാസ്റ്ററാണ് തീരുമാനിക്കുന്നത്. അതായത് ഈ അപ്പോസ്തല ശുശ്രൂഷ ഉണ്ടല്ലോ, അപ്പോസ്തോലിക ശുശ്രൂഷകള് ഇന്ന് പല സ്ഥലങ്ങളിലും അതിങ്ങനെയാണ് പറയുന്നത്, എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച്, എന്നോട് ആരും ഒന്ന് ചോദിച്ചേക്കരുത്. ഈ KC ജോണിനൊക്കെ അപ്പോസ്തോലിക ശുശ്രൂഷ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ KC ജോണിന്റെ ഒക്കെ ചർച്ചില് ഒരു ദിവസം ഒരു സായിപ്പ് വന്ന് അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള, ഓഡിയൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാവകാശം കൊടുത്തു കഴിഞ്ഞപ്പോ അവരിത് ചോദിച്ചു എന്ന് പറഞ്ഞേ, ആഭരണം ധരിക്കാമോ ഇല്ലയോ എന്ന്. അപ്പോ ഈ സായിപ്പ് പറഞ്ഞ മറുപടി അതാണ്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളുടെ പാസ്റ്റർക്ക് അതിൻ്റെതായ അത് വേണോ വേണ്ടയോ എന്താണെന്ന് അതിന്റെ കാലങ്ങളും അതിന്റെ സാഹചര്യങ്ങളും, റിലീജിയസിന്റെ സാഹചര്യങ്ങള്, അങ്ങനെ പലവിധമായ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യം അനുസരിച്ച് ആ ദൈവദാസനാണ് തീരുമാനിക്കുന്നതെന്ന് ഈ സായിപ്പ് മറുപടി പറഞ്ഞു എന്നാണ് പറയുന്നത്. അത് നമ്മുടെ ഇടയിൽ ഒരു തർക്ക വിഷയമല്ല, ഞാൻ അങ്ങനെ കേട്ടത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ആ സഭ സ്ഥാപിക്കുന്ന, അതായത് ആ സഭ സ്ഥാപിക്കുന്ന വ്യക്തിക്ക് ആ ദേശത്തിന്റെ കൾച്ചർ, ബാക്ക്ഗ്രൗണ്ട്, അതായത് ഈ എത്നിക് ബാക്ക്ഗ്രൗണ്ട്, അങ്ങനെ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ഇതനുസരിച്ച് അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ കർത്താവ് ആ ശുശ്രൂഷകനോട് പറഞ്ഞു കൊടുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ അതനുസരിച്ചായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ ഒരിക്കൽ ഞാൻ BTH കഴിഞ്ഞ സമയത്ത് ഒരു ചെറിയ ബുക്ക് എഴുതാനിടയായി. അപ്പൊ ആ ബുക്ക് എഴുതാൻ സമയത്ത് ഞാനൊരു ദൈവദാസനോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു, സ്ത്രീകൾക്ക് സഭയിൽ ശുശ്രൂഷിക്കാമോ എന്ന്. അപ്പൊ ആ ബുക്കില് ആ ശുശ്രൂഷയെ കുറിച്ചൊക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞത്, ഒരു LPസിലെ നല്ല പാരമ്പര്യമായിട്ട് പഴക്കമുള്ള ഒരു ദൈവദാസനാണ്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ സഭയിലെ പാസ്റ്ററുടെ തീരുമാനം അനുസരിച്ചാണ് ആ സഭയിലെ കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ അവര് ലോക്കൽ സഭയിലെ പാസ്റ്റർമാര് അനുവദിച്ചാൽ സ്ത്രീകൾക്ക് ശുശ്രൂഷിക്കാം എന്നാണ് ആ ദേവദാസൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെയാണ് ഈ സംഭവങ്ങളെല്ലാം. പിന്നെ നമ്മുടെ യേശുക്രിസ്തുവിന് പിന്നെ എന്തിലാണ് അധികാരമുള്ളത്? നമ്മൾ പറഞ്ഞല്ലോ, റിട്ടൺ വചനം ചേഞ്ച് ചെയ്യാനുള്ള അധികാരമുണ്ട്. യേശുക്രിസ്തുവിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. പിന്നീട് പൈശാചിക ശക്തികളുടെ മേലുള്ള അധികാരമുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പൈശാചിക ശക്തികളെയൊക്കെ കർത്താവായ യേശുക്രിസ്തു മാറ്റിവിടുന്നതെല്ലാം. അപ്പോ പൈശാചിക ശക്തികളുടെ മേലെ കർത്താവായ യേശുക്രിസ്തുവിന്, അതായത് സ്മിക്ക റാബായിയായ കർത്താവായ യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. പിന്നെ എവിടെയാണ് നമ്മൾ കണ്ടത്? പ്രകൃതി ശക്തികളുടെ മേല് യേശുക്രിസ്തുവിന് അധികാരമുണ്ട്. അപ്പൊ എന്ത് അധികാരത്തോടു കൂടിയാണ് ഇവൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് അവിടെ ഇന്ന് പരീശന്മാരും സാധുക്യരും പുരോഹിതന്മാരൊക്കെ ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാറ്റിനോടും കടലിനോടും എല്ലാം കർത്താവ് ശാസിച്ചപ്പോൾ മിണ്ടരുത്, അനങ്ങരുതെന്ന് പറഞ്ഞപ്പോ തന്നെ അവര് യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പിന്നെ മറ്റൊരു സംഭവം നമ്മൾ നോക്കിയ, ഈ സ്മിക്ക റാബായിയായ യേശുക്രിസ്തുവിന്റെ അടുക്കല് ഒരു സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് യഹൂദന്മാര് കൊണ്ടുവരികയാണ്. യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് അവർ കൊണ്ടുവരാൻ കാരണം ഇതാണ്,
അധികാരമുള്ള ഒരു റാബായി ആയിട്ട് ഈ യഹൂദന്മാരും യേശുക്രിസ്തുവിനെ അംഗീകരിച്ചിരുന്നു. അധികാരമുള്ള റാബായുടെ അടുക്കിലേക്ക് ഈ വിഷയവുമായിട്ട് ഇവർ കടന്നു വരികയാണ് ചെയ്യുന്നത്. അവിടെ ഈ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ളതാണ്, യേശുക്രിസ്തു എന്താണ് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് ആളുകൾ കൊണ്ടുവന്നപ്പോൾ നിലത്ത് നോക്കി കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോ എന്താണ് കർത്താവ് അവിടെ എഴുതിക്കൊണ്ടിരുന്നതെന്ന് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അത് എന്താണെന്ന് നമ്മള് എനിക്ക് ഇപ്പോഴാട്ടോ ഈ വചനം ശരിയായ രീതിയിൽ, അതായത് ഈ ഹീബ്രുവിൽ എഴുതിയിരിക്കുന്ന അതേ അർത്ഥത്തിൽ തന്നെ ഞാൻ ഈ വചനം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്. സംഭവം ഏതാന്ന് വെച്ചാൽ, അന്ന് കല്ലെറിഞ്ഞ് ഇതുപോലെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയാണല്ലോ, കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഈ സ്ത്രീയുടെ അരയ്ക്ക് മുകളിലേക്ക് വസ്ത്രമുണ്ടായില്ല. അങ്ങനെയാണ് ഇവര് കല്ലെറിഞ്ഞ് കൊല്ലുവാനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോ യേശുക്രിസ്തു അതുകൊണ്ടാണ് താഴോട്ട് നോക്കി കുനിഞ്ഞ് വിരൽ കൊണ്ട് എഴുതി എന്ന് നമ്മൾ കാണുന്നത്. ഈ സ്ത്രീയുടെ നഗ്നത കാണാൻ വയ്യാത്തത് കൊണ്ട് അങ്ങനെ അതുകൊണ്ടാണ് കർത്താവ് കീഴോട്ട് നോക്കി കുനിഞ്ഞിരുന്ന് എഴുതിയത്. അപ്പോ അങ്ങനെ അധികാരമുള്ള റാബായുടെ അടുക്കല് ഇങ്ങനെ കൊണ്ടുവരികയാണ് ഇതിനെ. അപ്പോ ശരിക്കും അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കെതിരെ ആരെല്ലാം വിധി എഴുതിയാലും, ഏതെല്ലാം അധികാരമുള്ള ഏതെല്ലാം ആളുകള് വിധി എഴുതിയാലും, ഏത് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, നമുക്കെതിരെ വിധി എഴുതിയാൽ നമുക്ക് അനുകൂലമായി വിധിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്, ഒരു അധികാരമുള്ള റാബായി നമുക്കുണ്ട്. ആ അധികാരമുള്ള റാബായിയാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോ രണ്ടുപേര് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞല്ലോ. ഈ അധികാരമുള്ള റാബായിയെ ആണെന്ന് വ്യക്തമാക്കുന്നതിനായിട്ട് രണ്ടുപേര് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ആരാണ് യേശുക്രിസ്തുവിന് വേണ്ടി രണ്ടുപേര് സാക്ഷ്യം പറഞ്ഞതെന്ന് നോക്കാം. യേശുക്രിസ്തു സ്നാനത്തിന് വന്നു. യോർദാൻ നദിയില് യോഹന്നാന്റെ കീഴില് സ്നാനമേൽക്കുവാനായിട്ട് കർത്താവായ യേശുക്രിസ്തു വരികയാണ്. അപ്പൊ അവിടെ ഒരാള് സാക്ഷ്യം പറഞ്ഞു. ആരാ? യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറയാണ്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനായ യോഹന്നാൻ സ്നാപകൻ യേശുക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പിന്നെ മറ്റൊരു കാര്യം കൂടി യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു. ഈ യേശുക്രിസ്തു സ്നാനം ഏൽക്കുവാനായിട്ട് വന്നപ്പോൾ യോഹന്നാന് പാപബോധം ഉണ്ടായി. ഈ പാപബോധത്താലാണല്ലോ ജനം മാനസാന്തര സ്നാനം ഏൽക്കുന്നത്. അപ്പൊ യേശുക്രിസ്തു വന്നപ്പോൾ യോഹന്നാന് പാപബോധം ഉണ്ടായി. എന്നിട്ട് യോഹന്നാൻ പറയാണ്, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം എന്ന്. യോഹന്നാൻ ആ പാപബോധം ഉണ്ടായിട്ട് പറയാണ്. അപ്പൊ അത്ര യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തമായിട്ട് യോഹന്നാൻ സ്നാപകൻ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത്, നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. പിന്നെ ആരാണ് സാക്ഷ്യം പറഞ്ഞത്? പിന്നെ അവിടെ ഒരു സാക്ഷ്യം പറഞ്ഞു. സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറുന്ന ഉടനെ ഒരു സാക്ഷ്യം കേട്ടു. ആരാണ്? സ്വർഗസ്ഥനായ പിതാവിന്റെ ഒരു സാക്ഷി അവിടെ കേൾക്കുകയാണ്. എന്താ കേട്ടെ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവരിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു സാക്ഷ്യം. അങ്ങനെ രണ്ട് വലിയ ആളുകളുടെ സാക്ഷ്യം, അതായത് സ്വർഗസ്ഥനായ പിതാവിന്റെ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനായ യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം അവിടെ യേശുക്രിസ്തുവിന് ഉണ്ടാകുകയാണ്. സ്മിഖ റാബായിയായ യേശുക്രിസ്തു സ്മിഖ റാബായി ആണെന്ന്, അധികാരമുള്ള റാബായി ആണെന്നുള്ള ആ ഒരു സാക്ഷ്യം അവിടെ കേൾക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും യോഹന്നാൻ സ്നാപകന്റെ യേശുക്രിസ്തുവിന്റെ സ്നാനത്തിന് ശേഷം യേശുക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ ഹെഡിങ് ഇങ്ങനെ എഴുതാം, യേശുക്രിസ്തുവിന്റെ സാത്താനാലുള്ള പരീക്ഷ. യേശുക്രിസ്തുവിന് അവിടെ ഒരു പരീക്ഷ കടന്നു വരികയാണ് ചെയ്യുന്നത്. സ്നാനമേറ്റിട്ട്
ആത്മാവ് മരുഭൂമിയിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. അതൊക്കെ അതിന്റെ വേദഭാഗങ്ങളൊക്കെ അറിയാലോ അല്ലേ? അതുകൊണ്ടാട്ടോ ഞാൻ പ്രത്യേകം പറയാത്തത്. അത് ലൂക്കോസിന്റെ സുവിശേഷത്തില് 4-ാം അധ്യായത്തിലാണല്ലോ അല്ലേ? നല്ലല്ലേ അത്? ഞാൻ അല്ലേ? അതെ, യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് യോർദാൻ വിട്ട് മടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് കാണുന്നു. അപ്പോ സ്നാനത്തിന് ശേഷം യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നടത്തുകയാണ് ചെയ്യുന്നത്. ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. അവിടെ സത്താന്റെ ഒരു പരീക്ഷ യേശു ക്രിസ്തുവിന് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ഈ മരുഭൂമി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും കഴിക്കാനില്ലാത്ത ഒരു മരുഭൂമി അല്ലായിരുന്നു. കഴിക്കണമെങ്കിൽ കഴിക്കാൻ ആവശ്യമുള്ളത് ഉള്ള ഒരു മരുഭൂമി ആയിരുന്നു. പക്ഷെ യേശു ക്രിസ്തു ഒന്നും കഴിച്ചില്ല. അവിടെ 40 ദിവസക്കാലം യേശു ക്രിസ്തു ഒരു ഭക്ഷണവും അവിടെ കഴിച്ചില്ല. കർത്താവ് ഈ ഭക്ഷണം കഴിക്കാതെ തന്നെ അവിടെ കർത്താവ് ഒരു കഷ്ടം അനുഭവിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. താൻ തന്നെ പരീക്ഷിതനായിട്ട് ഒരു കഷ്ടം അനുഭവിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. 40 ദിവസക്കാലം ഒന്നും കഴിച്ചില്ല. കഷ്ടാനുഭവങ്ങളാൽ കർത്താവ് തികഞ്ഞവനായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായിരുന്നു. ഈ യേശു ക്രിസ്തു 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞതിന് ശേഷം 40 ദിവസം ഒന്നും കഴിക്കാതെ ഇരുന്നു. അതിനുശേഷം അപ്പോൾ ശരീരമൊക്കെ ബലഹീനമായി. ആ ബലഹീനമായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പിശാച് യേശുവിന്റെ അടുക്കൽ വരുന്നത്. മനുഷ്യന്റെ ബലഹീനത നോക്കിയാ ഇവൻ അടുത്ത് വരുന്നത്. ഇവൻ പരീക്ഷണത്തിന് ആ ബലഹീനതയിൽ നമ്മൾ പെട്ടെന്ന് വീണു പോകുമല്ലോ. അങ്ങനെ ആ ബലഹീനത പിശാചിന് അറിയാം നമ്മുടെ ബലഹീനത എവിടെയാണ്, എന്താണ് ബലഹീനത എന്നുള്ള കാര്യം നമ്മെക്കാളും കൂടുതൽ പിശാചിന് അറിയാം. പിശാച് ആ ബലഹീനത നോക്കി അവന്റെ തന്ത്രത്തെ കുറിച്ചല്ല നമ്മൾ കേൾക്കുന്നത്. അവന് അതിൻ്റെതായ തന്ത്രം അറിയാം. ഏത് വിധത്തിൽ പരീക്ഷിച്ചാൽ നമ്മൾ വീണു പോകും എന്നുള്ള കാര്യങ്ങള് പിശാചിനറിയാം. അപ്പോ ആ സമയത്താണ് യേശുവിന്റെ അടുക്കൽ വരുന്നത്. എന്ത്? വിശന്ന സമയത്ത്. അപ്പോൾ യേശുവിന് വിശന്നു എന്നാണ് പറയുന്നത്. ആ വിശപ്പിന്റെ സമയം നോക്കി വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ഇവന്റെ വാക്ക് കേട്ട് ആ ഭക്ഷണം കഴിക്കും എന്നൊക്കെയാണ് ഇവന്റെ ഒരു ചിന്താഗതി ഇരിക്കുന്നത്. ഇപ്പോ അന്ന് ആദ്യത്തെ തന്നെ ഒരു പരീക്ഷണം, യേശു ക്രിസ്തുവിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു പരീക്ഷണമാണ് എന്ത്? നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക. നീ ദൈവപുത്രനെങ്കിൽ. അപ്പൊ പിശാചിനൊന്ന് അറിയണം, ഇത് ദൈവപുത്രൻ തന്നെയാണോ എന്നുള്ള ഒരു കാര്യം കൂടി ഇവനറിയണം. ആദ്യത്തെ പരീക്ഷണം, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ പറയുക എന്നുള്ളത്. പക്ഷെ ഇതുപോലെ തന്നെ അവസാനത്തെ പരീക്ഷണം നടന്നത് എവിടെയാ? ക്രൂശിലും ഇങ്ങനെ തന്നെ പറഞ്ഞത്, നീ ദൈവപുത്രനെങ്കിൽ ഈ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന്. ആദ്യത്തെയും അവസാനത്തെയും ഒരു പരീക്ഷണമാണിത്. നീ ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് ക്രൂശിൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ അവിടെയും യേശുക്രിസ്തു വെളിപ്പെടുത്തിയൊന്നുമില്ല, ദൈവപുത്രനാണെന്ന് വെളിപ്പെടുത്തിയില്ല. ഇവിടെയും യേശുക്രിസ്തു വെളിപ്പെടുത്തിയില്ല. പക്ഷെ കർത്താവ് പറഞ്ഞത് എന്നാ? മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന്. അപ്പോ നമുക്ക് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ ലഭിക്കുന്നതിന് മാത്രമേ വേണ്ടിയല്ല നാം ദൈവത്തെ ആരാധിക്കുന്നത്, ഇല്ലേ? നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ ആത്മീയത നമുക്ക് അളക്കുവാനായിട്ട് കഴിയുകയില്ല. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന ഉദ്ദേശം മാത്രമല്ല നമുക്ക് ഉള്ളത്. ആ ഉദ്ദേശത്തോടു കൂടി മാത്രമായിരിക്കരുത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ ഓടേണ്ടതും ജീവിക്കേണ്ടതും. അപ്പൊ നമുക്ക് ഇതിനേക്കാളും വലിയൊരു ഒരു ഹയർ ആയിട്ടുള്ള ഒരു ഉദ്ദേശം ഉണ്ട്. നമ്മെ കുറിച്ച് ദൈവത്തിന്
നമ്മെ ദൈവം സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് ആക്കുന്നതിന് മുമ്പേ, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മെ കുറിച്ചുള്ള ആ ഒരു പദ്ധതി ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പദ്ധതിയിലേക്ക് നമ്മൾ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവിനോട് സദൃശനാകണം. അതാണ് കർത്താവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. നമ്മൾ കർത്താവിനോട് സദൃശനാകണം. അപ്പൊ ഇതിനിടയ്ക്ക് ഞാനൊരു സംഭവം അല്ല, ഒരു കാര്യം ഇങ്ങനെ ഓർത്തുപോയി. നമ്മൾ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഏദൻ തോട്ടത്തില് കർത്താവ് പറയുന്നുണ്ട്, ആ നടുവിൽ നിൽക്കുന്ന വൃക്ഷഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് കർത്താവ് പറഞ്ഞു. നീ മരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ മരിച്ചതായിട്ട് കാണുന്നുണ്ടോ? നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഇങ്ങനെ കർത്താവ് പറഞ്ഞിട്ട് അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എന്തെങ്കിലും ഒരു ആൻസർ ഉണ്ടെങ്കിൽ പറയാമോ? ശാരീരികമായിട്ട് മരിച്ചില്ല, ആത്മീകമായിട്ട് ദൈവത്തോട് അകന്നു പോയി. പിന്നെ അതാണല്ലോ നമ്മളെല്ലാവരും പറയുന്നത്, ആത്മീക മരണം സംഭവിച്ചു എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. നഷ്ടപ്പെട്ടു, തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടു. അവിടെ കർത്താവ് കള്ളം പറയോ? ഇല്ല, ഒരിക്കലും കള്ളം പറയില്ല. നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞെങ്കിൽ കർത്താവ് ഒരിക്കലും കള്ളം പറയത്തില്ല. അപ്പൊ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അന്ന് അവരെ സൃഷ്ടിച്ചത്, ഈ ആദമിനെ സൃഷ്ടിക്കുമ്പോൾ, ഹവ്വായെയും ആദമിനെയും സൃഷ്ടിക്കുമ്പോൾ ഏത് ശരീര? അവർ ഒരിക്കലും മരിക്കാത്തൊരു ശരീരത്തോടു കൂടിയാണ് കർത്താവ് അവരെ സൃഷ്ടിച്ചത്. എന്നാൽ തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഈ പഴം തിന്നപ്പോൾ അവരുടെ ശരീരം മർത്യ ശരീരമായി തീർന്നു. ഇന്ന് ഉള്ളതുപോലെയുള്ള മർത്യ ശരീരമായി തീരുകയാണ് ചെയ്തത്. അതാണ് കർത്താവ് പറഞ്ഞ് ഇത് തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞത്. അപ്പോ അതിനെ, ആ ഒരു അവസ്ഥയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെ കർത്താവിന് സദൃശ്യമാകുന്ന ഒരു ശരീരം, കർത്താവിനൊരു സദൃശ്യന്മാരായി തീരുവാനാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഹയർ ആയിട്ടുള്ള, ആത്യന്തികമായിട്ടുള്ള നമ്മെക്കുറിച്ചുള്ള പദ്ധതി. അതിനിടയില് നമ്മൾ ഈ ഭൂമിയില് എന്തെല്ലാം കർത്താവിന്റെ നാമത്തിന് വേണ്ടി ചെയ്യാനുണ്ടോ അതെല്ലാം ചെയ്യണം എന്നാണ്. അതിനുവേണ്ടി ആ രീതിയിൽ ഒരു ജീവിതം ജീവിക്കുവാനാണ് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ എങ്ങനെയായിരിക്കണം? ഈ ലേഖനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ക്രിസ്തുവിൽ എന്നൊരു വാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ, സത്യം പറയാം. ഷീലാൻഡി, എൽദസ്ജായനൊക്കെ ഓർക്കുന്നുണ്ടാവും ഈ ക്രിസ്തുവിൽ എന്നൊരു സന്ദേശത്തെ കുറിച്ച്. അതിനെ കുറിച്ചിട്ട് ഞാൻ ആ സാറിന്റെ പേര് മറന്നുപോയി. നമ്മുടെ ഒരു പുതിയ സാറായിരുന്നല്ലോ, ചെറുപ്പക്കാരനായ ഒരു സാറ്. ഒരു അസൈൻമെന്റ് ഒക്കെ എഴുതാൻ പറഞ്ഞു. എന്തൊക്കെയോ പുസ്തകങ്ങളിലൊക്കെ നോക്കി അതൊക്കെ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. പക്ഷെ എനിക്ക് എന്താണ് ഈ ക്രിസ്തുവിൽ എന്ന് പറയുന്നത് മനസ്സിലായത് ഇപ്പോഴാണ്. ഞാൻ കൊലോസ്യ ലേഖനം പഠിച്ചപ്പോഴാണ് ക്രിസ്തുവിൽ എന്താണ്, ക്രിസ്തുവിൽ എന്ന് പറയുന്നത് പൗലോസിന്റെ ക്രിസ്തു ദർശനം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് എനിക്ക് വ്യക്തമായിട്ട് പറയാനറിയാം. പക്ഷെ ഞാൻ അതിനകത്ത് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ വിഷയമല്ല, അതുകൊണ്ട് ഞാൻ ചുരുക്കമായി ചില കാര്യങ്ങൾ പറയാം, ഒന്നോ രണ്ടോ പോയിന്റ്സ് പറയാം. അതായത് ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ ജീവിതം. ക്രിസ്തുവിൽ എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തു എന്ന സർക്കിളിനകത്താണ് നമ്മുടെ ജീവിതം. ആ ക്രിസ്തു എന്ന സർക്കിളിനകത്ത് നമുക്ക് അതിന് ചുറ്റും ഒരു വേലി കെട്ടിയേക്കുക. നമുക്ക് വശങ്ങളിലേക്ക് വളരാം, ആഴത്തിൽ വേരൂന്നാം. അതാണ് ആത്മീകമായി കൊലോസ്യ ലേഖനം 1:9 വാക്യത്തിലോ അങ്ങനെ എന്തോന്ന് തോന്നുന്നു. ഇങ്ങനെ ആത്മീക വേരൂന്നുന്നതിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അങ്ങനെ വേരൂന്നണം. അങ്ങ് വേരൂന്നെങ്കിൽ മാത്രമാണ്, അതായത് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ലെബനോൻ വനത്തിലെ ദേവദാരുക്കളൊക്കെ
ഈ വേരൂന്നിയിട്ട് ഈ മുകളിലേക്ക് കാണുന്ന പോലെ തന്നെ അടിയിലേക്ക് പോയിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പോ എത്ര കാറ്റടിച്ചാലും അത് വീണ് താഴെ പോകില്ല. വേര് താഴെ വേര് ഒന്ന് മീതെ ഫലം കായ്ക്കുക. അതാ വാക്യം. അല്ല എൽദോസച്ചായ, നമുക്ക് കൊലോസ്യ ലേഖനത്തിലെ കൊലോസില് അവനിൽ വേരൂന്നിയും, അതായത് 2:6 വാക്യത്തിലുണ്ടല്ലോ, നിങ്ങൾ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മ നടപ്പിൽ അവനിൽ വേരൂന്നിയും ആത്മീക വർധന പ്രാപിച്ച്. ആ വാക്യ ഞാൻ ഉദ്ദേശിച്ചതേ. അതായത് കർത്താവിൽ, ആ ക്രിസ്തുവിൽ വേരൂന്നുക. ആ ക്രിസ്തുവിൽ വേരൂന്നിയിട്ട് അപ്പൊ എന്താ ചെയ്യണേന്നറിയാമോ? ഈ പിശാചിന്റെ തന്ത്രം എന്തെന്നറിയോ? നമ്മൾ ഈ ക്രിസ്തു എന്ന സർക്കിളിനകത്ത് ജീവിക്കുക എങ്ങനെ? അതായത് സ്വാതന്ത്ര്യം പ്രാപിച്ച്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ വിളിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിച്ച് നമ്മൾ ഈ ക്രിസ്തു എന്ന സർക്കിളിനകത്ത് ജീവിക്കുമ്പോ ഈ പിശാച് എന്ത് ചെയ്യുന്നു? ചുറ്റും ഇങ്ങനെ അടച്ചേക്കല്ലേ. അവന് ഈ ചുറ്റും വന്ന് സൈഡിൽ കൂടെ ഒന്നും വന്ന് നമ്മെ ഒന്നും കാണിച്ച് വശീകരിച്ച് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പൊ അവൻ മുകളിൽ കൂടെ വരും. മുകളിൽ കൂടെ വന്നിട്ട് മുകളില് പുറത്ത് ഇങ്ങനെ പല സാധനങ്ങളും വെക്കും. എന്താണ്? നമ്മൾ പഴയ കാലത്ത് ഈ ക്രിസ്തുവിലാകുന്നതിന് മുന്നേ ഉപേക്ഷിച്ച പല സാധനങ്ങളും അവിടെ കാണിച്ചിട്ട് വാ 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 എന്നും പറഞ്ഞ് വിളി തുടങ്ങും. അപ്പൊ നമ്മൾ അതിനകത്ത് ആകൃഷ്ടരായി ആ വേലിക്ക് പുറത്തു ചാടും, ഈ സർക്കിളിന് പുറത്തു ചാടും. പുറത്തു ചാടുമ്പോ അവർ പറയുന്ന സംഭവം എന്താണെന്നറിയോ? പിശാച് നമ്മെ കാണിക്കുന്നത്, നിനക്ക് ഈ ക്രിസ്തുവിലായിട്ട് നിനക്ക് അവിടെ എന്ത് സ്വാതന്ത്ര്യമുള്ളേ? അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അവിടെ പോകരുത്, ഇവിടെ പോകരുത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ഒരു സ്വാതന്ത്ര്യമില്ല. ഞാൻ നിനക്ക് സ്വാതന്ത്ര്യം തരാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വിളിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് വീണ്ടും ആ പഴയ പാപത്തിലേക്ക് നമ്മെ കൊണ്ടുപോവുക. ആ പഴയ പാപത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ പാപത്തിൽ നമ്മൾ ചെയ്ത് ചെയ്ത് ജീവിക്കുമ്പോ നമുക്ക് ആ പിശാചിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് പിന്നെ വിട്ടുമാറാൻ വയ്യാത്ത വിധത്തിൽ നമ്മൾ അടിമത്തത്തിലായി പോവുക. അവിടെയാണ് നമ്മൾ അടിമത്തത്തിലായി പോകുന്നത്. ആ അടിമത്തത്തിൽ നിന്നാണ് കർത്താവ് നമ്മെ വിളിച്ച് നമുക്ക് സ്വാതന്ത്ര്യം തന്നത്. ഇവിടെ നിനക്ക് എങ്ങനെ വേണമെങ്കിലും വളരാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. എങ്ങനെ വേണമെങ്കിലും എന്ന് വെച്ചാൽ ഈ സർക്കിളിനകത്ത്, ഈ സർക്കിള് വിട്ടിട്ട് പോകാതെ ഈ സർക്കിളിനകത്ത് ക്രിസ്തുവിൽ വേരൂന്നിയിട്ടുള്ള ഒരു ജീവിതം. അതാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ യേശു ക്രിസ്തുവിന്റെ കാര്യം പറഞ്ഞപ്പോ അത്രയൊന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോ നമ്മൾ മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റി എല്ലാം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ആത്മീയരെന്ന് നമുക്ക് മുദ്ര കുത്തുവാനായിട്ട് കഴിയുകയില്ല. ഇസ്രായേൽ മക്കൾക്ക് യാത്രയില് എല്ലാം കിട്ടി ഇല്ലേ? അവരുടെ ഭൗതിക ആവശ്യങ്ങളെല്ലാം കിട്ടി. പക്ഷെ പലരും തെറ്റിപ്പോയി, പലരും വീണുപോയി. കനാൻ ദേശം കാണുവാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞില്ല. അപ്പൊ അതിനേക്കാൾ ഉപരി നമ്മുടെ അപ്പോ ഇതിനോടൊപ്പം തന്നെ എല്ലാം ഉണ്ട്. നമുക്ക് ആടെ കർത്താവ് വ്യക്തമായി നമുക്ക് പറഞ്ഞിരിക്കുക മത്തായിയുടെ സുവിശേഷത്തില്, ഉണ്ണുവാനും ഉടുക്കുവാനും കിടക്കുവാനും എല്ലാം കർത്താവ് ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ചോദിക്കാതെ തന്നെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ആ ഉദ്ദേശം മുഴുവൻ എവിടെയായിരിക്കണം? ഉയരത്തിലായിരിക്കണം. ആ ഉയരത്തിലായിരിക്കണം നമ്മുടെ ചിന്ത മുഴുവൻ. അതിനാണ് നമ്മൾ കർത്താവിനോട് എന്ത് ചോദിക്കേണ്ടത്? ജ്ഞാനം ചോദിക്കേണ്ടത്. ഓരോ ദിവസവും ജീവിക്കുന്നതിനാവശ്യമായ ആ ഉയരത്തിലെ ജ്ഞാനം ഇത് കർത്താവിനോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുന്നത്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് നിറവേറ്റിക്കൊണ്ടിരിക്കും. ഒന്നിനും ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒന്നിനും മുട്ടില്ല. കർത്താവിനെ അന്വേഷിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം തുടർന്ന് നമുക്ക് ഒന്നിനും കുറവില്ലാതെ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് വ്യക്തമായി അറിയുന്നു. അപ്പോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ക്രൂശിൽ വെച്ചിട്ടും ഇതുപോലൊരു പരീക്ഷണം കർത്താവിന് ഉണ്ടാവുകയാണ്. അവിടെ വെച്ചിട്ട് 3 പരീക്ഷണം ഉണ്ടായിട്ടോ. ആ 3 പരീക്ഷണങ്ങൾ, ഒന്ന് മലയിൽ നിന്ന്, അതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുവാനായിട്ട് കർത്താവിനോട് പറയുന്നുണ്ട്. പിന്നെ
ഈ ലോകം മുഴുവൻ ഞാൻ നിനക്ക് തരാം, എന്നെ വീണ് നമസ്കരിക്കുക എന്നിങ്ങനെ 3 പരീക്ഷണങ്ങൾ അവിടെ കർത്താവ് പിശാചിനെ ജയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ അവിടെയെല്ലാം കർത്താവ് നീ ദൈവത്തെ പരീക്ഷിക്കരുത്, നിനക്ക് വേണ്ടുന്നതെല്ലാം അപ്പൊ നമ്മളോട് പറയുന്ന ഒരു ആലോചന കൂടിയുണ്ട് കേട്ടോ അവിടെ. നമ്മൾ ദൈവത്തെ പരീക്ഷിക്കുവാനായിട്ട് പോകരുത് എന്നുള്ള ഒരു ആലോചന കൂടി, നമുക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരും എന്നുള്ള ഒരു ആലോചന കൂടി അവിടെ കാണുവാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവ് പരീക്ഷിക്കപ്പെടുവാനായിട്ട് മരുഭൂമിയിൽ പോയി പരീക്ഷ കഴിഞ്ഞു. കർത്താവ് ആ പരീക്ഷയെ ജയിച്ചു. അപ്പൊ ഇതുപോലെ തന്നെ നമ്മുടെ അടുത്തും ഈ പിശാച് വരുന്നുണ്ട്, ഈ സാത്താൻ നമ്മുടെ അടുത്തും പരീക്ഷണത്തിനായിട്ട് വരുന്നുണ്ട്. അപ്പോ നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട്. എല്ലാ പരീക്ഷണങ്ങളും ചിലപ്പോൾ നമ്മൾ ജയിക്കാൻ കഴിഞ്ഞെന്ന് കഴിയില്ല നമുക്ക്. അപ്പൊ നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ഈ കർത്താവ് പറയുന്നില്ലേ, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്നുള്ള ഒരു കർത്താവിന്റെ ഒരു പ്രാർത്ഥനയിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ദുഷ്ടന്റെ ഈ പരീക്ഷണത്തില് നമ്മൾ പെട്ടുപോകാൻ ഇടവരാതിരിക്കാനായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മെ ശോധന ചെയ്യും. അത് കർത്താവ് ചിലപ്പോൾ ബാലശിക്ഷയായിരിക്കും, പിന്നെ ദൈവം നമുക്ക് തരുവാനിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ ദൈവം നമ്മെ ശോധന ചെയ്യുന്നതായിരിക്കും. പക്ഷെ ദുഷ്ടന്റെ പരീക്ഷ എന്ന് പറയണേ നമുക്ക് ഒരിക്കലും നന്മ വരണം എന്നുള്ള ആഗ്രഹത്തിലല്ല ദുഷ്ടൻ പരീക്ഷിക്കുന്നത്. അപ്പൊ ആ പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാനായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. ഈ പിശാചിന്റെ പരിപാടി എന്താണെന്നറിയാമോ? അവസരം ചോദിച്ച് കർത്താവിന്റെ അടുത്തേക്ക് നിൽക്കുക. ആരെങ്കിലും ആത്മീയമായിട്ട് സ്റ്റെപ്പ് വെക്കുന്നു എന്ന് പിശാച് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ആത്മീയമായിട്ട് വളരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അപ്പൊ ചെല്ലും ഈ പരീക്ഷിക്കാൻ വേണ്ടി അവസരവും ചോദിച്ചുകൊണ്ട്. പക്ഷെ കർത്താവ് അങ്ങനെ വിട്ടുകൊടുക്കത്തില്ല. കർത്താവിന് അറിയാം, സഹിപ്പാൻ കഴിയാത്ത പരീക്ഷ നമുക്ക് നേരിട്ടിട്ടില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് സഹിക്കാവുന്ന പരീക്ഷയെ കർത്താവ് തരുവുള്ളൂ. കർത്താവ് അങ്ങനെ വിട്ടുകൊടുക്കൂല. പത്രോസിനെ നമുക്കറിയാവുന്നല്ലേ. പത്രോസിനെ ചോദിച്ചിട്ട് കർത്താവ് വിട്ടുകൊടുത്തില്ല. കർത്താവിന് അറിയാം നമ്മള് ഈ പരീക്ഷയിൽ ജയിക്കുവോ, അതിന് താങ്ങാനുള്ള കഴിവുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടുള്ള പരീക്ഷയ്ക്കാണ് വിട്ടുകൊടുക്കുള്ളൂ. അല്ലാതെ ഒരിക്കലും ദുഷ്ടനെ പാറ്റാൻ വേണ്ടിയിട്ട് നമ്മെ ആരെ വിട്ടുകൊടുക്കില്ല. നമ്മുടെ അപ്പനായ അബ്ബാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിന്റെ ആത്മാവിനെ കർത്താവ് നമുക്ക് ആ അവകാശത്തോടുകൂടി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ വിട്ടുകൊടുക്കല്ലേ കർത്താവേ എന്ന് പറഞ്ഞ്, ദോഷങ്ങളെ പരീക്ഷിക്കാനായിട്ട് ഞങ്ങളെ വിട്ടുകൊടുക്കല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയാം. ദുഷ്ടൻ നമ്മുടെ ജീവിതത്തിൽ ജയം എടുക്കാതിരിക്കുവാനായിട്ട് നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവ് പരീക്ഷ നിഷേധിച്ചില്ല, ഇല്ലേ? കർത്താവ് അനുഭവങ്ങളാൽ തികഞ്ഞവനാകേണ്ടതിന് വേണ്ടിയിട്ട് കർത്താവ് സാത്താന്റെ പരീക്ഷ നിഷേധിച്ചില്ല. അവിടെ കർത്താവിനെ സഹായിക്കാൻ ആരും ഉണ്ടായില്ല, ഇല്ലേ? ആരും അവിടെ ആ മരുഭൂമിയിൽ കർത്താവിനെ സഹായിക്കുവാനായിട്ട് ആരും ഉണ്ടായില്ല. അപ്പോ അങ്ങേയറ്റം ബലഹീനനായി തീരുകയാണ് കർത്താവ് അവിടെ ചെയ്തത്. കർത്താവ് ഈ പരീക്ഷണത്തില് അങ്ങേയറ്റം ബലഹീനനായി തീർന്നു. പരീക്ഷണത്തിലല്ല, അവിടെ മരുഭൂമിയിൽ വെച്ചിട്ട് ബലഹീനനായി തീർന്നു. അവിടെ ആരും സഹായിക്കുവാനായിട്ട് കർത്താവിനുണ്ടായില്ല. കർത്താവ് ബലമുള്ള ആ ബലത്തിലല്ല ഈ പരീക്ഷ നേരിടുന്നത്, ബലഹീനതയിലാണ്. 40 ദിവസത്തെ ഉപവാസമൊക്കെ കഴിഞ്ഞിട്ട് ആ ബലഹീനതയിലാണ് കർത്താവ് ആ പരീക്ഷ. 40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ് ശരീരം ബലഹീനമായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ പരീക്ഷ നേരിടുന്നത്. നമ്മൾ ഉപവാസമൊക്കെ എടുത്തിട്ട് പലരും പല ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ഉപവാസം എടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ ഉപവാസം എടുത്തിട്ട് അതിന് മറുപടിക്കായി കാത്തിരിക്കുന്ന പെട്ടെന്നായിരിക്കും നമ്മുടെ ഉപവാസം കഴിയുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ ചില മറുപടികൾ നമ്മുടെ മുന്നിൽ വരും. പക്ഷെ ആ മറുപടിയൊക്കെ നമ്മളൊന്ന് ശോധന ചെയ്തിട്ട് വേണം നമ്മളത് സ്വീകരിക്കുവാനായിട്ട്. ആരാണ് ഈ മറുപടി നമുക്ക് തന്നത് എന്നുള്ളൊരു നമ്മളൊന്ന് ശോധന ചെയ്യുന്നത് നല്ലതാ. ഈ ഉപവാസം
ചിലർക്ക് ആ പറഞ്ഞിട്ടില്ലേ, ആ 21 ഇരുന്നു, 21-ാം ദിവസമായപ്പോഴേക്കും നമുക്ക് ആ മറുപടി കിട്ടി എന്നൊക്കെ. പക്ഷെ ആ മറുപടി നിലനിൽക്കുന്നതാണോ, ഇത് ദൈവം തന്നെ എനിക്ക് തന്നതാണോ എന്നുള്ള ഒരു ശോധന നമ്മൾ ചെയ്യണം. അടുത്ത വിഷയം, അടുത്ത ഒരു ആന്റി 10 മിനിറ്റോടെ എടുക്കാമോ ആന്റി? കുഴപ്പമില്ല, മടുത്തനി മടുത്തിട്ടില്ലാരും ഇല്ല അല്ലേ? അടുത്തത് നമ്മുടെ ടോപ്പിക്ക്, കർത്താവിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. കർത്താവ് യോർദാനിൽ നിന്ന് മടങ്ങി. കർത്താവ് ശിഷ്യന്മാരെ വിളിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് പോകുമ്പോ തന്നെ കർത്താവിന്റെ നാട് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഗലീലയിലെ നസ്രത്തുകാരനാണ് കർത്താവായ യേശു ക്രിസ്തു. നസ്രത്തിലാണ് കർത്താവിന്റെ നാടും വീടും. അപ്പൊ യഹൂദ്യ നാട്ടിൽ നിന്ന് 80 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്തേക്ക്. യഹൂദ്യ, ശമരിയ, ഗലീല, ഇതാണ് ഇസ്രായേലിലെ 3 ദേശങ്ങള്. യഹൂദ്യ, ശമരിയ, ഗലീല. ശമരിയാണ് നടുക്ക് കിടക്കുന്നത്, വടക്ക് കിടക്കുന്നതാണ് ഗലീല. അപ്പൊ ഈ യഹൂദിയിലാണ് യെരുശലേം ദേവാലയമെല്ലാം ആയിരിക്കുന്നത്. അപ്പൊ ഈ ഗലീലയിലുള്ള യഹൂദന്മാര് യെരുശലേം ദേവാലയത്തിലേക്ക് പോകണമെങ്കിൽ നേരെ ശമരിയ കടന്നിട്ട് പോകില്ല. ഇവർ ശമരിയയിലേക്ക് കടക്കില്ലല്ലോ. ശമരിയയില് ഇവർക്ക് ശമരിയക്കാരെ ഇഷ്ടമല്ല. ശമരിയക്കാര് ഈ മിക്സഡ് ജാതികളാണ്. അതറിയാം നമുക്ക്. അസിറിയൻ ഭരണകാലത്തൊക്കെ ഇസ്രായേലിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് അവിടെ നിന്ന് സിറിയ രാജാക്കന്മാര് അവിടെ നിന്ന് ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. ഇവിടെ നിന്ന് പുരോഹിതന്മാരെ അങ്ങ് കൊണ്ടുപോയി. അങ്ങനെ ഒരു ഉണ്ടായ മിക്സഡ് ജനമാണ് ശമരിയയിലുള്ളത്. അതുകൊണ്ട് യഹൂദന്മാർക്ക് ഇവരെ ഇഷ്ടമല്ല. അപ്പൊ ശമരിയ കടന്നിട്ട് ഇവർ പോകില്ല. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യോർദാനിന്റെ സൈഡ് വഴി ഇവർ പോയി അങ്ങനെ ചുറ്റിയിട്ട് നേരെ യഹൂദിയിലേക്ക് ഇവർ കടക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ വഴി ഇവർക്ക് നടക്കേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ തെക്കേ സ്ഥലമാണ് യഹൂദിയ എന്ന് പറയുന്നത്. അതായത് ഭൂപടമൊക്കെ എടുത്തു കഴിഞ്ഞാൽ താഴെയാണ് യഹൂദിയ കിടക്കുന്നത്. അപ്പൊ വടക്ക് പടിഞ്ഞാറായിട്ടാണ്, വടക്ക് പടിഞ്ഞാറായിട്ടാണ് നസ്രേത്ത്. ഈ നസ്രേത്തിൽ നിന്ന് യഹൂദയിൽ വന്നിട്ടാണ് യേശുക്രിസ്തു സ്നാനമേൽക്കുന്നത്. അതായത് 80 കിലോമീറ്റർ നടന്നു വന്ന് യേശുക്രിസ്തു സ്നാനമേൽക്കുന്നു. അങ്ങനെ 40 ദിവസത്തെ മരുഭൂമിയിലെ പരീക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും സ്നാനമേറ്റ സ്ഥലത്ത് വരികയാണ്. ഈ പരീക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും കർത്താവ് വരുന്നത് എവിടെയാ? യഹൂദിയിൽ തന്നെയാ. യഹൂദിയില് ഈ സ്നാനമേറ്റ യോർദാന്റെ കരയില് യേശുക്രിസ്തു വരികയാണ് ചെയ്യുന്നത്. അവിടെ വന്ന് കർത്താവ് പ്രസംഗം തുടങ്ങി. പക്ഷെ ആരും കേൾക്കാനില്ല. അന്ന് ശിഷ്യന്മാരൊന്നും യേശുക്രിസ്തുവിന് ഇല്ല. ആരും പ്രസംഗം കേൾക്കാനില്ല. അപ്പോഴും യോഹന്നാൻ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. യോഹന്നാന്റെ ചുറ്റും ആളുകൾ കൂടുന്നുണ്ട് പ്രസംഗം കേൾക്കുവാനായിട്ട്. യോഹന്നാന്റെ പ്രസംഗം അങ്ങനെ തുടരുക. യേശുക്രിസ്തു വന്ന് അതിന്റെ കരയിലൊക്കെ ഒന്ന് പ്രസംഗിച്ചു. ആരും കേൾക്കാണ്ടായില്ല. കർത്താവ് പോയി. അപ്പൊ അവിടെ നിന്ന് വന്ന് കർത്താവ് പ്രസംഗിച്ചപ്പോ ഈ യോഹന്നാൻ സ്നാപകനോട് അവന്റെ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, അതാരാന്ന് ചോദിക്കുന്നുണ്ട്. കണ്ടിട്ടില്ലല്ലോ, ഒരു പുതിയ ആളാണല്ലോ, അവിടെ വന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ യോഹന്നാൻ സ്നാപകനോട് ചോദിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് ആ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അങ്ങനെ കർത്താവ് അന്നത്തെ പ്രസംഗം കഴിഞ്ഞ് പോയിട്ട് വീണ്ടും പിറ്റേ ദിവസവും ഇവിടെ തന്നെ വരിക. ഇവിടെ തന്നെ വീണ്ടും കർത്താവ് വന്നിട്ട് വീണ്ടും പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും യോഹന്നാൻ സ്നാപകൻ വീണ്ടും പറയുന്നുണ്ട്. ഇതാരാണെന്ന് ഒന്നുകൂടെ പറയുന്നുണ്ട്. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാണെന്ന് ഒരിക്കൽ കൂടി യോഹന്നാൻ സ്നാപകൻ അവരോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് കൊള്ളാലോ എന്ന് വിചാരിച്ച് ഇവര് യോഹന്നാന്റെ ശിഷ്യന്മാര് 2 പേര് ഇങ്ങനെ പതുക്കെ പോവുക, കർത്താവിന്റെ കൂടെ പോവുക. കർത്താവിന്റെ കൂടെയല്ല, കർത്താവ് ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോ പതുക്കെ ഇവര് പുറകെ കൂടിയപ്പോ
ഞാൻ അതിന്റെ റെഫറൻസ് ഒന്ന് പറഞ്ഞ കേട്ടെ. യോഹന്നാന്റെ സുവിശേഷം 1:29, 1:35, 36 ഭാഗങ്ങള് ഒന്ന് വായിച്ചു നോക്കിയേ കേട്ടോ. അപ്പോ ഈ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായ ആരൊക്കെയാ? യാക്കോബും യോഹന്നാനും ഇവരുടെ കർത്താവിന്റെ പിറകെ പതുക്കെ അങ്ങ് നടക്കാൻ തുടങ്ങി. അപ്പൊ ഇവര് വലിയ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ജനാണ്. ഇവർക്ക് പടകുകളുണ്ട്, ഇവരുടെ കീഴില് തൊഴിലാളികളുണ്ട്. അവരുടെ സെബദി പുത്രന്മാരാണല്ലോ യാക്കോബും യോഹന്നാനൊക്കെ. സെബദി പുത്രന്മാരാ. ഇവർക്ക് ധാരാളം പടകുകളും ധാരാളം ജോലിക്കാരൊക്കെ ഉള്ള ആളുകളായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അന്ന് നിലവിലിരുന്ന മഹാപുരോഹിതന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു ഈ യോഹന്നാനും അതായത് ഈ സെബദി പുത്രന്മാര്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോ വലിയ വാല്യൂ സമൂഹത്തില്. യേശുക്രിസ്തു തന്നെ ഗലീലയിലെ നസ്രയത്തില് ഒരു കോളനിയില് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, യാതൊരു വാല്യൂം ആളുകൾ കൊടുക്കുന്നില്ല. യഹൂദയിലാണ് ജീവിക്കുന്നത് എന്ന് പറയുമ്പോ, നമ്മുടെ കേരളത്തിലെ സ്ഥലങ്ങളിലാണെങ്കിലും ചില സ്ഥലങ്ങളിൽ ജീവിക്കുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു വാല്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളില് അത് നമ്മൾ പൊതുവെ ആ സ്ഥലം മോശമായ സ്ഥലമാണെന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. അതുപോലെ യഹൂദയിൽ ജീവിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു ഹൈ പൊസിഷൻ ആണുള്ളത്. അപ്പൊ ഇവര് സെബദി മക്കൾ എന്ന് പറഞ്ഞാൽ ഹൈ സൊസൈറ്റിയിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പോ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു ഇവര്, യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്ന അന്ത്രയോസ് അതിന്റെ യോഹന്നാൻ 1:40, യോഹന്നാൻ 1:40. അതുപോലെ അന്ത്രയോസ്, യോഹന്നാൻ എന്നിവരോടും യേശു ആരാണെന്ന് യോഹന്നാൻ സ്നാപകൻ പറയുന്നുണ്ട്. 1:35, 36 വാക്യങ്ങൾ കൂടി ഒന്ന് എഴുതിയെടുത്തു വന്നിട്ട് ഒന്ന് വായിച്ചു നോക്കിയാണ് മതി. അപ്പോ ഈ പുറകെ ഇവരിങ്ങനെ പതുക്കെ ചെല്ലുകയാണല്ലോ. അപ്പൊ യേശു തിരിഞ്ഞു നിന്നിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് യോഹന്നാൻ 1:38 നിങ്ങൾ എന്തന്വേഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോ അവര് ചോദിച്ചു, റബി നീ എവിടെ പോകുന്നു എന്ന് കർത്താവിനോട് ചോദിക്കുക. കർത്താവ് പതുക്കെ ഇങ്ങനെ ഈ പുറകില് ഇവരിങ്ങനെ വരികയല്ലേ, രണ്ടുപേര് പുറകില് വന്നാണ്ട് കർത്താവ് ഇങ്ങനെ തിരിഞ്ഞു നിന്നു നിങ്ങൾ എന്തന്വേഷിക്കുന്നു? അപ്പൊ ഇവര് റബി എവിടെ പോകുന്നു എന്ന്. അപ്പൊ കർത്താവ് എന്താ പറഞ്ഞേ? വേറെ പ്രത്യേകിച്ച് ഒന്നും വിശദമായി ഒന്നും പറഞ്ഞില്ല, വന്ന് കാണുമെന്ന് പറഞ്ഞു. അന്ന് കർത്താവിനോട് കൂടെ ഇവർ പോയി അവിടെ നസ്രയത്തിൽ ചെന്നിട്ട്, ഗലീലയിൽ ചെന്നിട്ട് അന്ന് രാത്രിയിൽ കർത്താവും ഇവരൊക്കെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അതിനുശേഷം വളരെ വൈകി വീണ്ടും അവിടെ താമസിച്ച് പിറ്റേ ദിവസമാണ് ഇവർ പിരിയുന്നത്. അങ്ങനെയാണ് കർത്താവ് ആദ്യത്തെ ശിഷ്യന്മാരെ വിളിക്കുന്നത്. നമുക്ക് ഇന്നത്തെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? ആന്റി വൈൻഡപ്പ് ചെയ്തെങ്കിലോ? 10 മിനിറ്റ് എടുക്കുന്നതിന് കുഴപ്പമുണ്ടോ സ്റ്റുഡൻസിന്? ഇല്ല, കുഴപ്പമില്ല. എടുക്കാം. അപ്പൊ അങ്ങനെ അന്ത്രയോസും യോഹന്നാനും കർത്താവിന്റെ ശിഷ്യന്മാരായി തീർന്നു. എന്നിട്ട് അന്ത്രയോസ് പിന്നെ എന്താ ചെയ്തേ? അന്ത്രയോസ് തന്റെ സഹോദരനായ ശീമോനെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് ശീമോൻ പത്രോസ്. അന്ത്രയോസ് ഓടിച്ചെന്ന് ശീമോനോട് പറയുകയാണ്, ഞങ്ങൾ ഒരാളെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അന്ത്രയോസ് ഓടിച്ചെന്ന് സഹോദരനാ ശീമോനെ 1:41 അതിന്റെ റെഫറൻസ് എടുക്കുന്നത്. ശീമോനെ കൊണ്ടുവന്നപ്പോ ഈ പത്രോസിനെ സംബന്ധിച്ച് മത്സ്യത്തൊഴിലാളിയുടെ എല്ലാ ബലഹീനതകളും പത്രോസിനുണ്ടായിരുന്നു. മറ്റ് ഇപ്പൊ യാക്കോബിനെ കൂട്ടോ, യാക്കോബല്ല യോഹന്നാനെ കൂട്ടോ, യാക്കോബിനെ കൂട്ടോ, ഇവരെ കൂട്ടോ ഒന്നും അല്ല പത്രോസിനെ സംബന്ധിച്ച്. അത് നമുക്ക്
വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സകല ബലഹീനതകളും, മത്സ്യത്തൊഴിലാളിയുടെ എല്ലാ ബലഹീനതകളും പത്രോസിനുണ്ടായിരുന്നു. ഈ യോനായുടെ പുത്രൻ ഷീമോൻ ഷീമോൻ യോനായുടെ പുത്രനായിരുന്നു. അതായത് ഷീമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാങ്ങണ എന്ന. ഞാങ്ങണയുടെ സ്വഭാവം എന്താ? അങ്ങോട്ട് ഒരു കാറ്റടിച്ചാൽ അങ്ങോട്ട് ചായും, ഒരു കാറ്റടിച്ചാൽ ഇങ്ങോട്ട് ചായും. അങ്ങനെ ആയിരുന്നു പത്രോസിന്റെ ഒരു സമയത്തെ സ്വഭാവവും. അങ്ങനെ തന്നെയായിരുന്നു ഈ ഷീമോൻ ആയിരിക്കുന്ന സമയത്തെ സ്വഭാവവും ഇത് തന്നെയായിരുന്നു. യോനായുടെ പുത്രനാണ്. ഷീമോൻ എന്ന വാക്കിന്റെ അർത്ഥം ഞാങ്ങണ എന്നാണ്. വീണ്ടും മൂന്നാമത്തെ ദിവസം ഗലീലയിലേക്ക് തിരിച്ചു പോകാൻ ഭാവിച്ചപ്പോഴാണ് വഴിയിൽ വെച്ച് ഫിലിപ്പോസിനെ കണ്ടുമുട്ടുന്നത്. വഴിയിൽ വെച്ചിട്ടാണ് ഫിലിപ്പോസിനെ കണ്ടുമുട്ടുന്നത്. ഗ്രീക്ക് നെയിമിലുള്ള ഒരേ ഒരു ശിഷ്യനായി ഫിലിപ്പോസ്. ബാക്കി എല്ലാ പേരും യഹൂദന്മാരുടെ പേരാണ്. ഈ ഗ്രീക്ക് നെയിമിലുള്ള ഒരേ ഒരു ശിഷ്യനാണ് ഫിലിപ്പോസ്. അപ്പൊ ഏകദേശം ഒരു 30 വയസ്സിന് താഴെയാണ് ഫിലിപ്പോസിന്റെ പ്രായം നിൽക്കുന്നത്. ഈ ഗെനസരേത്ത് തടാകത്തിന്റെ കരയിൽ ഗ്രീക്ക് സംസാരിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ അവരായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിലായിരിക്കുക ഈ ഫിലിപ്പോസ് എന്നുള്ള പേര്. അതിന്റെ മാതാപിതാക്കള് ഫിലിപ്പോസിന് ഫിലിപ്പ് എന്ന പേര് മാതാപിതാക്കള് ഇടുന്നത്. അപ്പൊ കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ ആഴ്ച ഈ കുറച്ച് യവനന്മാര് വന്നിട്ട് ഫിലിപ്പോസിനോട് പറയുന്നില്ലേ, ഞങ്ങൾക്ക് കർത്താവിനെ ഒന്ന് കാണണമെന്ന്. കർത്താവിന്റെ ശുശ്രൂഷയുടെ അവസാനത്തെ ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്കും കുറെ യവനന്മാര് ഗ്രീക്കുകാർ വന്നിട്ട് പറയാണ്, ഞങ്ങൾക്ക് കർത്താവിനെ ഒന്ന് കാണണം. ആരോടാ പറഞ്ഞേ? ഫിലിപ്പോസിനോട്. ഈ ഫിലിപ്പോസ് ഗ്രീക്കുകാരനെ ആയതുകൊണ്ട് ആ പ്രദേശത്ത് യഹൂദൻ തന്നെ ആ പ്രദേശത്ത് താമസിക്കുന്ന ആളായതുകൊണ്ടും അവിടത്തെ ആളുകൾക്ക് ഇടുന്ന, നമ്മൾ താമസിക്കുന്ന പ്രദേശത്തെ പേരുകളായിരിക്കും മിക്കവാറും നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുമ്പോൾ ഇടുന്നത്. അങ്ങനെ കിട്ടിയ പേരാണ് ഇത്. അങ്ങനെ അതുകൊണ്ടാണ് ഫിലിപ്പോസിനോട് ഈ ആളുകൾ വന്നിട്ട്, ഗ്രീക്കുകാർ വന്നിട്ട് ഞങ്ങൾക്ക് കർത്താവിനെ ഒന്ന് കാണണമെന്ന് റെക്കമെൻഡ് ചോദിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം. ഈ ഒറ്റ വാക്കി തന്നെ ഫിലിപ്പോസ് അന്ന് തന്നെ കർത്താവിനെ അനുഗമിക്കുകയാണ് ചെയ്തത്. അടുത്ത ദിവസം ആരെയാണ് കർത്താവ് കാണുന്നത്? നഥനയേലിനെ കാണുക. നഥനയേലിനെ കണ്ടിട്ട് ഈ ഫിലിപ്പോസിന്റെ ഫ്രണ്ടാണ് നഥനയേല്. ഫിലിപ്പോസിന്റെ ഫ്രണ്ടാ നഥനയേല്. ഈ ചെന്ന് കാണുകയാണ് ചെയ്യുന്നത് നഥനയേലിനെ. ഫിലിപ്പോസ് ചെന്ന് നഥനയേലിനെ കാണുകയാണ്. അപ്പോ ഈ നഥനയേലാണ് ഈ ബർത്തലോമായി. ഈ നമ്മൾ ബർത്തലോമായിയെ കുറിച്ച് വായിക്കുന്നുണ്ടല്ലോ, അത് ഈ നഥനയേല. തൽമായിയുടെ മകനാണ് ഈ ബർത്തലോമായി. അത് ഒഫീഷ്യൽ നെയിം അത്. അങ്ങനെ ഇവര് ഈ ഇത്രയും വിളിച്ച ശിഷ്യന്മാരുമായിട്ട് ഇവര് കാനാവിലെത്തുക. കാനാവില് യേശുക്രിസ്തു അറിയപ്പെടുന്ന ഒരു തച്ചൻ എന്ന രീതിയിൽ മാത്രമേ അറിയപ്പെടുന്നുള്ളൂ. എന്നാൽ നഥനയേലിനെയും ഫിലിപ്പോസിനെയും അവിടെ ആളുകൾക്ക് അറിയാം. യേശുക്രിസ്തു അവിടെ അറിയപ്പെടുന്നത്, കാനാവിൽ അറിയപ്പെടുന്നത് ഒരു തച്ചൻ എന്നുള്ള രീതിയിൽ മാത്രമാണ്. ഈ നസ്രത്ത് എന്ന വാക്ക് നഥനയേലിന് ശരിക്കും ഈ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്നില്ലേ? നഥനയേല് ചോദിക്കുന്നില്ലേ, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്? കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നസ്രത്ത് എന്ന പട്ടണം, ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ, ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഈ നസ്രത്ത് എന്ന പട്ടണം വളരെ ഒരു കുഗ്രാമമാണ്. യാതൊരു എന്നാ പറയണേ, പരിഷ്കാരവും ഇല്ലാത്ത, യാതൊരു പുരോഗതിയും ഇല്ലാത്ത ഒരു കൊച്ചു പട്ടണമാണ് ഈ നസ്രത്ത് എന്നുള്ളത്. അപ്പോൾ നസ്രത്തിൽ ജീവിക്കുന്നവർ തീരെ പാവപ്പെട്ട ആളുകളാണ്. ഏറ്റവും ദരിദ്രന്മാരായിട്ടുള്ള ആളുകളാണ് ഈ നസ്രത്തിൽ ജീവിക്കുന്നത്. അപ്പോ ഈ നസ്രത്തിൽ നിന്ന് ഒരു പ്രതീക്ഷയില്ല ആർക്കും, യാതൊന്നും പ്രതീക്ഷിക്കാനില്ല. കാരണം അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് അവിടുത്തെ
അങ്ങനെയുള്ളൊരു ദേശവുമാണ്, അങ്ങനെയുള്ളൊരു പട്ടണമാണ് അവിടെ. അപ്പൊ അതുകൊണ്ടാണ് ഈ നഥനിയേൽ ചോദിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയ കാര്യം ഫിലിപ്പോസ് ചെന്ന് നഥനിയേലിനോട് പറയുമ്പോ ചോദിക്കുകയാണ്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന്. കാരണം ഒരു പ്രതീക്ഷയില്ല, നസ്രയത്തിൽ നിന്ന് ഒരു നന്മയ്ക്കും പ്രതീക്ഷയില്ലാതിരിക്കുകയാണ്. അപ്പോഴാ ചോദിക്കുന്നത്, നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ഈ നഥനിയേല് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫിലിപ്പോസ് പറഞ്ഞ എന്താണെന്നറിയാമോ? വന്ന് കാണുമെന്ന്. അങ്ങനെയാണ് നഥനിയേലും യേശു ക്രിസ്തുവിന്റെ ശിഷ്യനായി തീരുന്നത്. അപ്പൊ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ഒരു യഹൂദനായ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഈ മനുഷ്യൻ. അതായത് നമ്മൾ വായിക്കുന്നുണ്ട്, എവിടെയാ, നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് കർത്താവായ യേശു ക്രിസ്തു നഥനിയേലിനോട് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ യഹൂദന്മാര് അത്തിയുടെ കീഴിലിരുന്ന് ഈ എന്നാ പറഞ്ഞ ന്യായപ്രമാണം വായിക്കും. അത്തിയുടെ കീഴിലിരുന്ന് ന്യായപ്രമാണം വായിക്കും. ഈ നഥനിയേലിന് അറിയാമായിരുന്നു ഒരു മശിഹ വരുമെന്നും എന്നുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഒരു മശിഹായിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുമായിരുന്നു നഥനിയേല്. അതാണ് ഈ യേശു ക്രിസ്തു നഥനിയേലിനോട് അങ്ങനെ പറയുവാനായിട്ടുള്ള കാര്യങ്ങൾ. അത്തിയുടെ കീഴിലിരുന്നായിരിക്കും ഇവര് തിരുവെഴുത്തുകളെല്ലാം വായിക്കുന്നത്. എന്നിട്ട് അപ്പൊ ഇത്രയും ശിഷ്യന്മാരായി. ആരെല്ലാമായി? യോഹന്നാനായി, അന്ത്രയോസായി, പത്രോസായി, ഫിലിപ്പോസായി, നഥനിയേൽ. 5 ശിഷ്യന്മാര് യേശു ക്രിസ്തുവിനായി. ഈ 5 ശിഷ്യന്മാരായിരിക്കുന്ന സ്ഥാനത്താണ് എവിടെ കാനാവില് കല്യാണം ഉണ്ടാവുന്നത്. യഹൂദയിൽ നിന്ന് ഗലീലയ്ക്ക് പുറപ്പെട്ട 3-ാം നാള്. അതാണ് ബൈബിളിൽ നമ്മൾ വായിക്കുന്ന 3-ാം നാള്. യഹൂദിയിൽ നിന്ന് ഗലീലയ്ക്ക് പുറപ്പെട്ട 3-ാം നാള്. അപ്പൊ കർത്താവ് വരികയാണ്, വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്ന് ഈ ശിഷ്യന്മാരെയൊക്കെ, ഈ കിട്ടിയ ശിഷ്യന്മാരോടൊക്കെ സുവിശേഷമൊക്കെ പറഞ്ഞ് പ്രസംഗമൊക്കെ നടത്തി കർത്താവ് ഇവിടെ വരികയാണ്, വീട്ടിൽ വരികയാണ്. വീട്ടിൽ വന്നപ്പോ അവിടെ ആരുമില്ല. വീട്ടില് അമ്മയില്ല, സഹോദരന്മാരില്ല, ആരും വീട്ടിലില്ല. എല്ലാവരും എങ്ങടെ പോയത്? കല്യാണത്തിന് പോയി. ആ കല്യാണം നടക്കുന്ന ആ മണവാളന്റെ പേര് പേരടുത്ത ക്ലാസ്സിൽ പറയാട്ടോ. നമ്മൾ പറയുന്നത് മറിയമിന്റെ യോഹന്നാന്റെ കല്യാണം ആയിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ യോഹന്നാന്റെ കല്യാണം അല്ല. വരന്റെ പേര് ഞാൻ പിന്നീട് പറയാം. അപ്പോ കർത്താവ് യേശു ക്രിസ്തു അവിടെ വരുമ്പോ എല്ലാവരും കല്യാണത്തിന് പോയിരിക്കുക. അപ്പോ കർത്താവ് യേശു ക്രിസ്തു കല്യാണത്തിന് പോവുക. അവിടെ ശിഷ്യന്മാരും ഉണ്ട്. ഈ ശിഷ്യന്മാരെ യേശുക്രിസ്തുവിന്റെ ബന്ധത്തിലല്ല അവിടെ ശിഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത്. അവർ ആ നാട്ടുകാരായിരുന്നു. ആ നാട്ടുകാരെന്നുള്ള ബന്ധത്തിലാണ് ശിഷ്യന്മാരെ. അപ്പൊ 5 ശിഷ്യന്മാരെ യേശുക്രിസ്തുവിനായിട്ടുള്ളൂ. ഈ ശിഷ്യന്മാരെ വിളിച്ചിരിക്കുന്നത് നാട്ടുകാരെന്നുള്ള ആ ഒരു ബന്ധത്തിലാണ് ഈ കല്യാണ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. അപ്പോ ഈ യഹൂദന്മാരുടെ കല്യാണത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാത്രിയില് വധുവിന്റെ ആളുകള് കന്യകമാരോട് കൂടിയിട്ട് വധുവിന്റെ ആളുകള് മണവാളന്റെ അടുക്കൽ വരെ കൊണ്ടുവരും. വീട്ടിലേക്ക് കൊണ്ടുവരില്ല, മണവാളിന്റെ വീടിനടുക്ക വരെ കൊണ്ടുവന്നിട്ട് പാട്ട് നൃത്തമായിട്ടാ വരുന്നത്. പാട്ട് നൃത്തമായിട്ട് വന്നിട്ട് മണവാളൻ ഒരുങ്ങി ഇവരെ എതിരേൽക്കാനായിട്ട് പുറപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ മണവാളിന്റെ കൂടെ ഏറ്റവും ക്ലോസ് റിലേഷൻസ് ആയ പെൺകുട്ടികൾ ഉണ്ടാവും. ഈ മണവാളന്റെ കൂടെ ക്ലോസ് റിലേഷൻസ് ആയ പെൺകുട്ടികളും ഉണ്ടാവും ഈ വധുവിന്റെ അടുക്കിലേക്ക് പോകുവാനായിട്ട്. അപ്പോ ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിട്ടാണ്, വിളക്ക് പിടിക്കുന്നവരായിട്ടാ ഈ കന്യകമാര്, കൂടെയുള്ള മണവാളിന്റെ കൂടെയുള്ള ഇവര് വിളക്ക് പിടിക്കുന്നവരായിട്ടായിരിക്കും ഉള്ളത്. അപ്പൊ അവരുടെ വിളക്കിലൊക്കെ അവര് എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ചെയ്യുന്നത് ഈ മണവാളന്റെ ശബ്ദം കേൾക്കുവാനായിട്ട്. മണവാളന്റെ ശബ്ദത്തിന് വേണ്ടിയിട്ട് ഈ കന്യകമാര് വിളക്കില് എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. അപ്പൊ അവിടെ നിന്ന് ഈ മ്യൂസിക്കും ബാൻഡും ഒക്കെ കേൾക്കുമ്പോൾ ഇവര് പെട്ടെന്ന് ഈ ടീമിലേക്ക് വന്നു ചേരുകയാണ് ചെയ്യുന്നത്.
അപ്പോ ഞാൻ പറഞ്ഞു വന്നത് യേശു ക്രിസ്തു കല്യാണത്തിനായിട്ട് പോവുകയാണ്. കല്യാണത്തിനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അപ്പൊ ഇവരുടെ ഒരു പ്രത്യേകതയുണ്ട്. കല്യാണത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ അവിടെ വീഞ്ഞു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. യഹൂദന്മാർക്ക് വീഞ്ഞു കൊടുക്കും. വീഞ്ഞു വിളമ്പുമ്പോൾ ചെറിയ ഒരാൾക്ക് വിളമ്പുന്നത് ഒരു ചെറിയ ഗ്ലാസ് പോലെയുള്ള ചെറിയ ഒരു അളവിലായിരിക്കും വീഞ്ഞു വിളമ്പുന്നത്. അപ്പൊ വീട്ടില് കല്യാണത്തിന് പോകുമ്പോൾ നമ്മൾ എല്ലാവരും വീഞ്ഞു കൊണ്ടുപോകണം. നമുക്ക് ഒരാൾക്ക് കുടിക്കുവാനുള്ള വീഞ്ഞ് നമ്മൾ ആ വീട്ടിലേക്ക് കൊണ്ടുപോകണം കല്യാണ വീട്ടിൽ പോകുമ്പോൾ. യേശുക്രിസ്തു ശിഷ്യന്മാരൊക്കെ ആയിട്ട് പ്രസംഗവും ഇതൊക്കെ നടത്തി വീട്ടിൽ വന്നപ്പോ ആരെയും കണ്ടില്ല. പെട്ടെന്ന് കർത്താവ് വീഞ്ഞൊന്നും എടുത്തില്ല. പെട്ടെന്ന് കർത്താവ് കല്യാണത്തിന് ചെന്നു. ഈ ശിഷ്യന്മാരും വീഞ്ഞെടുത്തില്ല. അപ്പൊ അവിടെ ചെന്നപ്പോഴാണ് ഈ വീഞ്ഞും തീർന്നുപോയി. യേശുവിന്റെ അമ്മ ഓടി വന്നിട്ട് യേശുവിനോട് പറയാണ് വീഞ്ഞ് തീർന്നു പോയി എന്ന്. അപ്പൊ അവർക്ക് നാണക്കേടായി. ആ ഒരു ചിന്തയും യേശുവിന്റെ അമ്മയ്ക്കുണ്ട്. ഇവര് വീഞ്ഞെടുക്കാണ്ടല്ലേ വന്നേക്കണം. അപ്പൊ ആളുകൾ പറയും അവർ വീഞ്ഞ് കൊണ്ടുവരാഞ്ഞത് കൊണ്ടാണ് ഇവിടെ വീഞ്ഞ് തീർന്നു പോയെന്നുള്ള ചിലപ്പോ ആ ഒരു കുറ്റാരോപണം കൂടി കേൾക്കേണ്ടതായിട്ട് വരും. ആ വെപ്രാളത്തിൽ ഓടിച്ചെന്ന് കർത്താവിനോട് പറയുകയാണ് വീഞ്ഞ് തീർന്നുപോയി എന്ന്. അവിടെയാണ് നമുക്കറിയാം യേശുക്രിസ്തു കല്യാണ വീട്ടില് ആ വീഞ്ഞുണ്ടാക്കുന്നതും വീഞ്ഞ് വിളമ്പുന്നതും. ഇതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ആ വീഞ്ഞിനെ കുറിച്ചിട്ടും ഒക്കെ കൂടുതലായിട്ട് നമുക്കൊന്ന് കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ സിസ്റ്ററെ? പഠനം പൂർത്തിയാക്കുന്ന ന്യായപ്രമാണ പുത്രനാകുന്ന ആ വ്യക്തിക്ക് ഖദോന്നല്ലേ കഴിഞ്ഞ ആഴ്ച ഖദോന്നല്ലേ പേര് വിളിക്കണേ? ബെൻ ഹത്തോമ എന്ന് പറഞ്ഞ വചനത്തിന്റെ പുത്രൻ. 12 വയസ്സാകുമ്പോഴുള്ള അവസ്ഥയാണ് ഖദോൻ. ഖദോൻ എന്നൊരു വാക്ക്, വളർച്ച പ്രാപിച്ചവന് ഖദോൻ എന്നൊരു വാക്ക് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ. ഇത് ഈ ബെൻ ഹത്തോമ എന്ന് പറഞ്ഞാൽ പുത്രൻ എന്ന അർത്ഥം, വചനത്തിന്റെ പുത്രൻ. അതിന് ഹീബ്രുവിൽ പറയുന്ന പേരാണ് ഖദോൻ. ഞാൻ ആ ബെൻ ഹത്തോമ എന്നുള്ളത് പറഞ്ഞില്ല. കൂടുതൽ ഗ്രീക്ക് വാക്ക് ഉച്ചരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, അല്ല ഹീബ്രു വാക്കുകളൊന്നും ഉച്ചരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ മനഃപൂർവ്വം അങ്ങ് മാറ്റി കളഞ്ഞതായിരുന്നു. അതിപ്പോ ഇന്നറിയാതെ അങ്ങ് പറഞ്ഞു പോയില്ല. ഖദോൻ എന്നാണ് വളർച്ച പൂർത്തിയാക്കുന്ന വ്യക്തിക്ക് ഹീബ്രുവിൽ നമ്മൾ അതിന് പറയുന്ന പേര്. ഇത് ബെൻ ഹത്തോമ എന്ന് പറഞ്ഞാൽ വചനത്തിന്റെ പുത്രൻ എന്നുള്ള അർത്ഥത്തില. പിന്നെ ടെഫില എന്ന ഷോളിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ചയിലെ. പിന്നെ ഇന്നത്തേൽ എന്തെങ്കിലും ഞാനത് ആ കാനാവിലെ കല്യാണമൊക്കെ വ്യക്തമായിട്ട് വിശദമായിട്ട് അടുത്ത ആഴ്ചയില്